ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് വിചിന്തനം ചെയ്യുന്നത് ഇപ്പോൾ ഏഴരശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർ ഏറ്റവും പ്രധാനമായിട്ട് ഏതൊക്കെയാണ്. അത് 2 വീഡിയോ ഏഴരശനിയെക്കുറിച്ച് ചെയ്തു കഴിഞ്ഞു. അതായത് കുംഭം രാശിക്കാരെക്കുറിച്ചും അതുപോലെ തന്നെ മകരം രാശിക്കാരുടെയും. ഇന്ന് പറയുന്നത് മീനം രാശിക്കാരെ പറ്റിയാണ്. മീനം രാശിക്കാർക്ക് ഏഴര ശനി ആരംഭിച്ചിട്ട് 1.5 കൊല്ലം. ആ ഏഴര ശനി 2025 മാർച്ച് മാസം 30-ാം തീയതി വരെ 12-ാമിടത്ത് സ്ഥിതി. അതിനുശേഷം 2.5 കൊല്ലം ജന്മത്തിലും പിന്നെ 2.5 കൊല്ലം 2-ാമിടത്ത് മേടൻ രാശിയിൽ ശനി വരുമ്പോഴും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. 7.5 കൊല്ലമാണെന്ന് പറഞ്ഞല്ലോ. അതിൽ 1.5 കൊല്ലം കഴിഞ്ഞു. ഇനി 6 കൊല്ലം കൂടി ഉണ്ട്. എന്നാൽ ആ ശനിയുടെ സ്ഥിതി ഇപ്പോൾ ഈ ഒരു വർഷത്തേന് എങ്ങനെയായിരിക്കും എന്നാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഞാൻ ഇന്ന് പറയുന്നത് ഗോചര ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിനും സൂക്ഷ്മമായിട്ട് അറിയുന്നതിനും ദശാകാലം ഏതാണ്, അപഹാരം ഏതാണ്, തൊഴിൽ തടസ്സം, വിദ്യാ തടസ്സം, വിവാഹ തടസ്സം, സന്താന ഭാഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ് മീനം രാശി. ഈ മീനം രാശിക്കാർക്ക് ഇനി ഒരു വർഷം 12-ൽ അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ദുരിതസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ശനിയുടെ സ്ഥിതിയാണ്. അങ്ങനെയുള്ള ഈ മീനം രാശിക്കാർക്ക് വരുന്ന ഒരു വർഷത്തേന് വ്യാഴത്തിൻ്റെ ആനുകൂല്യവും അത്ര തൃപ്തികരമല്ല. ശനിയെ സംബന്ധിക്കുന്നിടത്തോളം 11-12 ഭാവാധിപൻ, സർവ അഭീഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപൻ കൂടിയായ ശനി, അത് ദുരിതസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭ്രംശസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് രാശ്യാധിപൻ കൂടിയായ സർവേശ്വരകാരകനായ വ്യാഴം, അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനാണ്. തൊഴിൽ സ്ഥാനത്തിൻ്റെ കൂടി അധിപനാണ്. അത് 3-ാമിടത്ത് അനിഷ്ടത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്നത് പോലെ ശനി ഏഴര ശനി കാലവും ദൈവാധീനം ഇല്ലാതെ വന്നിരിക്കുന്ന സമയവും കൂടി ആയതിനാൽ ജാതകാൽ അതീവ ഭാഗ്യാവസ്ഥയ്ക്ക് ഉള്ളവർക്ക് അധിക ദോഷങ്ങൾ വരികയില്ല. എന്നാലും ഗോചരഫലങ്ങൾ എല്ലാ സമയത്തും എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ചില നഷ്ടകഷ്ടങ്ങളും അതുപോലെ തന്നെ അത്യപൂർവമായ ചില ഭാഗ്യാവസ്ഥകളും കൊണ്ട് തരാറുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് വ്യാഴത്തിൻ്റെ അനിഷ്ടാവസ്ഥ. അപ്പോൾ ദൈനംദിന കാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണം. വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ സമയം പഠിക്കുകയും ഉത്സാഹത്തോടുകൂടി പഠിക്കുക. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്ക് അതികഠിനമായ പല പരീക്ഷണങ്ങളെയും നേരിടേണ്ട ഒരു വർഷമാണ് ഇനിയുള്ള ഒരു വർഷം. അതായത് സപ്തമഭാവം, അതാണല്ലോ ദാമ്പത്യഭാവം. സപ്തമഭാവം വിവാഹ മദന ലോക ഭാര്യാഭർത്തൃസമാഗമ ശയ്യാശ്രീ സദ്ഗമനഷ്ടാർത്ഥ മൈഥുന്യാനവി സപ്തമാത് എന്ന പ്രമാണപ്രകാരം വിവാഹവും വിവാഹാനന്തര ജീവിതവും മൈഥുനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പല വിധത്തിലുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും വന്നു ചേരുക. ജീവിത പങ്കാളികൾ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിൽ വെറുപ്പോ അകൽച്ചയോ രോഗങ്ങളോ ദുരിതങ്ങളോ നഷ്ടങ്ങളോ ക്ലേശങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട്
മീനം രാശിക്കാരായിരിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർ പൂരിട്ടാതി, നാലാം പാദം, ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളികൾ വളരെയധികം ജാഗ്രത അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. രണ്ടു കൂട്ടർക്കും ബാധകമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കുകയില്ല അപ്പുറത്ത് ചെന്ന് ശത്രുക്കൾ കൊളുത്തി കൊടുക്കുന്നു. അതെ, കൊളുത്തി കൊടുക്കുക എന്ന് പറയും വാക്കുകളൊക്കെ. അങ്ങനെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതം തകർന്ന് തരിപ്പണമാകുവാൻ ഒരു കാര്യവുമില്ലാതെയാണ്. ഞാനൊക്കെ അനവധി ജാതകങ്ങൾ നോക്കി ദാമ്പത്യ ജീവിതത്തിൽ വിവാഹ ബന്ധം വേർപെടുത്തുന്നവർ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യവും കാണുകയില്ല. അതുകൊണ്ട് വളരെ ജാഗ്രത ആ കാര്യത്തിൽ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് തൊഴിൽ കാര്യം. എന്തെങ്കിലും ദുർബുദ്ധി മൂലം തൊഴിൽ ഇപ്പോൾ ഉള്ളത് മോശമാണ്, അല്ലെ ശമ്പളക്കുറവാണ്, കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ് രാജിവെച്ചാൽ അതൊരു ദുർബുദ്ധിയായി തീരുകയും പിന്നീട് ഒരെണ്ണം അതിനേക്കാളും നല്ലത് കിട്ടും എന്ന് വിചാരിച്ചാൽ അത്ര മെച്ചമുള്ള ഒരു സമയമല്ല. മറ്റൊരു ജോലിയിൽ കയറി ഉറപ്പായതിനു ശേഷം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളത് പൂർണ്ണമായും ധിഖരിച്ചുകൊണ്ട് വേണ്ട എന്ന് വെക്കാവുള്ളൂ. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. രാഹുവാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ലഗ്നത്തിൽ രാഹു സ്ഥിതി ചെയ്യുമ്പോൾ ഞരമ്പ് സംബന്ധമായിട്ടുമൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രതയും ശ്രദ്ധയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ സൂചകമാണ്. അതുപോലെ തന്നെയാണ് പ്രണയിക്കുന്നവർ, യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും ഒക്കെ ഒരു ഫാഷൻ പോലെയാണ് ഇപ്പോൾ പ്രണയം. കാര്യസാധ്യത്തിന് വേണ്ടി അടുത്തുകൂടുന്നവർ ധാരാളം ഉണ്ടാകാം. പിന്നീട് അതൊരു അപമാനങ്ങൾ ഉണ്ടാകുന്നതിനോ ഒക്കെ കാരണമാകുകയേ ഉള്ളൂ. വലിയ നേട്ടങ്ങളൊന്നും, എല്ലാവരും നേട്ടങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രണയിക്കുന്നത്, അതൊന്നും സാധിച്ചു എന്ന് വരുന്ന സമയമല്ല ഇപ്പോൾ. മറ്റൊരു പ്രധാന കാരണം വാഹനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരും വാഹനവുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ ജാഗ്രത പാലിക്കേണ്ട സന്ദർഭം. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാട് കഴിക്കുന്നതോടൊപ്പം നാഗരാജ പ്രീതികരമായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ സർപ്പക്കാവിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ശനീശ്വരന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളുമൊക്കെ ചെയ്താൽ അതിൽ നിന്നൊക്കെ മുക്തി നേടി സ്വയം രക്ഷ പ്രാപിക്കുകയും ഐശ്വര്യസമ്പൂർണമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും.